വെൽഡ്യൂക്ക് സയൻസ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും, എന്നാൽ അതിനുശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതിന് ലൈക്കും ഷെയറും തരണമെന്നും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് നാളായി കുറേ പേർ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താണ് വെൽഡ്യൂക്ക് സയൻസ് അക്കാദമി ചെയ്യുന്നതെന്നും അത് എങ്ങനെയാണ് പുകവലിയെ നിർത്തുന്നതെന്നും എന്താണ് നിങ്ങൾ ഓഫർ ചെയ്യുന്നതും എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടി വിശദമായിട്ട് ഒരു വീഡിയോ നൽകണമെന്ന് ഏറെക്കാലമായി ചിന്തിക്കുന്നു. എന്നാൽ ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് ആദ്യമായി സ്മോക്കിംഗ് നിർത്തുക എന്നുള്ള ആ ശ്രമത്തിന്റെ ഭാഗമായി നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഒരു ബോറിംഗ് ആക്ടിവിറ്റി ആണെന്ന്. അത് നമുക്കെല്ലാവർക്കും അറിയാം എന്നല്ല, അതായത് പുകവലിക്കുന്ന അല്ലെങ്കിൽ വർഷങ്ങളായി പുകവലിക്കുന്ന ഒരു 10 വർഷം, 5 വർഷം, 15 വർഷം, 20 വർഷം എല്ലാമായി പുകവലിക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് ഒരു ബോറിംഗ് ആയ ആക്ടിവിറ്റിയാണ് എന്നുള്ളത് അവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് അതിൽ നിന്നും പുറത്തു വരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെ പുറത്തു വരാം, അത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് വെൽഡ്യൂക്ക് സയൻസ് അക്കാദമി ജനങ്ങളെ ബോധവാന്മാരാക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിത് കിറ്റ് ചെയ്യണമെന്ന് നമ്മളിത് തീരുമാനിക്കുന്നത്? നമ്മളിത് തീരുമാനിക്കാനുള്ള പ്രധാന കാരണം നമ്മൾക്ക് ഗ്രാജുവലി ഉണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ്. അതായത് ഒരു 10 വർഷം, 15 വർഷം, 20 വർഷം എല്ലാം സിഗരറ്റ് വലിച്ചിട്ടുള്ള ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ വളരെ കാണാവുന്ന രീതിയിൽ തന്നെയുള്ള പ്രോബ്ലം അദ്ദേഹത്തിന് ഉണ്ടാവും. അദ്ദേഹത്തിന് നിരന്തരമായ ചുമയുണ്ടാവും. അതേപോലെ തന്നെ അദ്ദേഹത്തിന് സ്റ്റെപ്പ് കയറുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ തന്നെ അദ്ദേഹത്തിന് എപ്പോഴും അസിഡിറ്റി പ്രശ്നങ്ങളായിരിക്കും. അദ്ദേഹത്തിന് നെഞ്ഞെരിച്ചിൽ, അസിഡിറ്റി വിട്ടുമാറുകയില്ല. ഏത് സമയത്തും അത് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഒക്കെ അദ്ദേഹത്തിന് അസിഡിറ്റി പ്രശ്നങ്ങൾ വളരെയധികം വിട്ടുമാറാതെ ഇരിക്കും. അങ്ങനെ ശാരീരികമായ പ്രശ്നങ്ങളാണ് പ്രധാനമായും പുകവലി കൊണ്ട് ഒരു വ്യക്തിക്കുണ്ടാകുന്നത്. കൂടാതെ അദ്ദേഹത്തിന് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് വലിയൊരു മികച്ച രീതിയിലുള്ള ഒരു ജീവിതം നയിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ അദ്ദേഹത്തിന് എനർജി വളരെയധികം ഡ്രെയിൻ ആയിരിക്കും. കാരണം ഒന്നിനോടും ഒരു എനർജി ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എനർജി സ്കാറ്റേർഡ് ആയി പോവുക, ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം വലഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഒരു ഘട്ടത്തിൽ അദ്ദേഹം തീരുമാനിക്കുന്നത്, എനിക്ക് ഇതിൽ നിന്നും പുറത്തു വരണം. പക്ഷെ അദ്ദേഹത്തിന് പുറത്തു വരാൻ സ്വയം സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ അദ്ദേഹത്തിന്റെ വളരെയധികം ആഗ്രഹമാണ്, എനിക്ക് സിഗരറ്റ് വലി ഒന്ന് നിർത്തണം, മതിയായി. പിന്നെ അത് കൂടാതെ സിഗരറ്റിന്റെ വിലയും വളരെ ഒരു ഘടകമാണ്. കാരണം 2 രൂപ, 3 രൂപ, 5 രൂപ, 10 രൂപ ഉണ്ടായിരുന്ന സിഗരറ്റിന്റെ വില ഇപ്പോൾ ഒരു 25 രൂപയിലേക്ക് വരെ വളർന്നു കഴിഞ്ഞു. അപ്പോൾ അത് ഉണ്ടാക്കുന്ന എക്കണോമിക് ലോസ്, അതായത് ഒരു 4 സിഗരറ്റ് വലിക്കണമെങ്കിൽ 100 രൂപ ചെലവാക്കണം. അപ്പൊ അത്രയും വലിയ പണനഷ്ടം കൂടി വരുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും ഒത്തുചേരുമ്പോഴാണ് ഒരു വ്യക്തി, എനിക്ക് സിഗരറ്റിൽ നിന്നും എനിക്ക് പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് സിഗരറ്റ് നിർത്തണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നതും അദ്ദേഹം അതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ അതിനുള്ള പ്രോബ്ലംസ് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഹെൽത്ത് ലോസ്, അതായത് ആരോഗ്യപരമായ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ, അദ്ദേഹത്തിന് കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിന് ചുമ, അതേപോലെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ. അദ്ദേഹം മിനിമം ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഡോക്ടറെ കാണണം. അതേപോലെ അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹത്തിന് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസിഡിറ്റി പ്രോബ്ലങ്ങൾ അദ്ദേഹത്തിന് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹത്തിന് വരും, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ. ഇനി ഇത് 50 വയസ്സിന് ശേഷവും അദ്ദേഹം നിർത്തുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ആ, ശരീരത്തിന്റെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ എല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങുകയായി. കാരണം എല്ല് തേയ്മാനം, അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേദനകൾ, ഓരോ ജോയിന്റ് വേദനകൾ, എല്ല് പൊടിയുന്ന പ്രവർത്തനങ്ങളിലേക്ക്. അങ്ങനെ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു 50 ഇയർ കഴിയുന്നതോടുകൂടെ അദ്ദേഹത്തിന് ആരോഗ്യപരമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ള സാഹചര്യം ഉടലെടുക്കുകയാണ്, അദ്ദേഹം സിഗരറ്റ് കൂടെ കൊണ്ടു നടക്കുകയാണെങ്കിൽ. അതുപോലെ ധനനഷ്ടം, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇന്ന് സിഗരറ്റിന് 25 രൂപ വരെ ഒരു സിഗരറ്റിന് വരുന്നുണ്ട്. അപ്പൊ അത്രയും സിഗരറ്റിന് കോസ്റ്റ് കൂടിയിട്ടുണ്ട്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മാസമൊക്കെയാണ് നോക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ വലിക്കുന്ന എണ്ണം അനുസരിച്ച് അദ്ദേഹത്തിന് ഒരുപാട് പൈസ അദ്ദേഹത്തിന് നഷ്ടമുണ്ട്. ഒരു ദിവസം തന്നെ ഒരു പാക്കറ്റൊക്കെ വലിക്കുന്നവർക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, 250 രൂപ വെച്ചിട്ട് ഒരു മാസം അദ്ദേഹം കൊടുക്കുകയാണെങ്കിൽ 7500 രൂപ വരെ അദ്ദേഹത്തിന് അതിനു വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യണം. അതുകൂടാതെ അദ്ദേഹത്തിന് കിട്ടുന്ന ദോഷകരമായ ആരോഗ്യ പ്രശ്നങ്ങൾ.
പിന്നെ അതുപോലെ എനർജി, കാരണം സിഗരറ്റ് വലിക്കുന്ന ഒരാൾ എപ്പോഴും സിഗരറ്റിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ബ്രെയിൻ എപ്പോഴും സിഗരറ്റ് ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം സിഗരറ്റ് ഇല്ലാതെ അദ്ദേഹത്തിന് ഒരു ജീവിതമില്ല. ബ്രെയിനിന്റെ ബ്രെയിൻ കരുതിയിരിക്കുന്ന അദ്ദേഹത്തിന് സന്തോഷം എന്ന് പറയുന്ന സിഗരറ്റ് വലിക്കുകയാണ്. അതുകൊണ്ട് ബ്രെയിൻ കൂടുതൽ കൂടുതൽ സമയം അദ്ദേഹത്തിനോട് സിഗരറ്റ് വലിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് എനർജി നഷ്ടം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു നിക്കോട്ടിൻ അദ്ദേഹത്തിന്റെ ബ്രെയിനിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിന്നും ഒന്ന് എണീച്ചു വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം അതിനു വേണ്ടി ഒരുപാട് എനർജി അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ്. പിന്നെ ഓരോ നേരം അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ, അത് കഴിഞ്ഞ് അദ്ദേഹം ട്രാവൽ ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള പല പല അവസരങ്ങളിൽ അദ്ദേഹം പുകവലിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ എനർജി വളരെയധികം കുറയുകയാണ്. അതേപോലെ ഫാമിലി ടൈം, അദ്ദേഹം ഫാമിലിയിൽ ചെന്നാലും അദ്ദേഹത്തിന് വീണ്ടും നിക്കോട്ടിൻ കുറയുമ്പോൾ അദ്ദേഹത്തിന് നിക്കോട്ടിൻ കൂടുതൽ വേണമല്ലോ എന്നുള്ള ഒരൊറ്റ ഘടകത്തിന്റെ പുറത്ത് അദ്ദേഹം ഫാമിലിയിൽ നിന്നും വേറെ പോയി ചിലപ്പോൾ സിഗരറ്റ് വലിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടായിരിക്കും ഫാമിലിയിലേക്ക് വരിക. അപ്പോൾ ഒരു ഫാമിലിയോടൊത്ത് നല്ല രീതിയിൽ ഒരു ഫുൾ ടൈം ആയിട്ട് ഫാമിലിയുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങൾ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ വർക്ക് ലോസ്, അതായത് അദ്ദേഹത്തിന്റെ കരിയറും മറ്റുള്ള കാര്യങ്ങളും കൂടുതൽ ഫോക്കസ് ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ. ആദ്യം കരുതും എനിക്ക് ഫോക്കസ് ചെയ്യാൻ സിഗരറ്റ് വേണം എന്നുള്ളത്, എന്നാൽ ഫോക്കസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് പിന്നീട് അനുഭവപ്പെടുക. അത് അദ്ദേഹത്തിന് വർക്ക് ലോസ്, കരിയർ ലോസ്, ഇതെല്ലാം അദ്ദേഹത്തെ കൊണ്ടു ചെന്നെത്തിക്കാൻ സിഗരറ്റിന് കഴിയുന്നുണ്ട്. പിന്നെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എനർജി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു കറൻസിയാണ്. അപ്പൊ സാധാരണഗതിയിൽ നമുക്കൊരു കറൻസി നോട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കുമോ എന്നതുപോലെ തന്നെയാണ് എനർജി കുറവാണെങ്കിൽ നമ്മുടെ ലൈഫും വളരെയധികം മോശമാകാനുള്ള സാധ്യതയുണ്ട്. അതായത് നമുക്ക് നല്ല എനർജി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഹൈ ക്വാളിറ്റി ലൈഫ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. എന്നാൽ നമ്മുടെ ലോ എനർജി ആണെങ്കിൽ നമുക്ക് ലോ ക്വാളിറ്റി ലൈഫ് ആയിരിക്കും നമുക്ക് നയിക്കാൻ കഴിയുക. അതുപോലെ തന്നെ നിക്കോട്ടിൻ എന്ന് പറയുന്നത് എനർജി എത്രത്തോളം കൊല്ലാൻ പറ്റുമോ അത്രത്തോളം എനർജിയെ കിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ എനർജിയെ നശിപ്പിക്കുന്ന ഒരു കെമിക്കലാണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഫിസിക്കൽ എനർജി, മെന്റൽ എനർജി, ഇമോഷണൽ എനർജി, സ്പിരിച്വൽ എനർജി, ഇവയെല്ലാം അത് വളരെയധികം മോശമായി ബാധിക്കുന്നുണ്ട്. നിക്കോട്ടിൻ എന്ന് പറയുന്നത് പുകയിലയിൽ അടങ്ങിയിട്ടുള്ളതാണ്. പുകയിലയിൽ അടങ്ങിയിട്ടുള്ള ഒരു കെമിക്കലാണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത്. ഇത് ഹെറോയിനേക്കാൾ അഡിക്റ്റീവ് ആണ്. അതേപോലെ തന്നെ ഇതിൽ 7000-ഓളം കെമിക്കൽ കോമ്പൗണ്ടുകൾ ഒരു സിഗരറ്റിൽ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഒരു സിഗരറ്റിൽ വരുന്നത് നിക്കോട്ടിൻ 2 mg വരുന്നുണ്ട്, യൂറിയ വരുന്നുണ്ട്, ടാർ വരുന്നുണ്ട്, കാർബൺ മോണോക്സൈഡ്. ഇത്രയും കെമിക്കൽസ് ഒരു സിഗരറ്റിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു സിഗരറ്റ് വലിക്കുന്നത് തന്നെ ആരോഗ്യത്തിന് വളരെയധികം ദോഷമാണ്. കാരണം പല ആൾക്കാരും പല ടൈമിലും അവർ ചിന്തിക്കാറുണ്ട്, ഞാൻ ഒരു സിഗരറ്റ് അല്ലേ വലിക്കുന്നത്, അത് എന്നെ അത്രത്തോളം ബാധിക്കുന്നില്ല. പക്ഷെ പോകെ 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 നമ്മൾ ഈ സ്ലോ പോയിസനെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായി കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു തവണ സ്മോക്കിംഗ് ചെയ്തു കഴിഞ്ഞാൽ അതൊരു 10 സെക്കൻഡ് കൊണ്ട് തന്നെ ബ്രെയിനിൽ എത്തിച്ചേരുകയും, അതേപോലെ ആ സമയത്ത് ഡോപ്പാമിൻ എന്ന് പറയുന്ന ഒരു സന്തോഷ ഹോർമോൺ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ, അത് കൂടുതൽ ഡോപ്പാമിൻ റിലീസ് ചെയ്യുകയും അദ്ദേഹത്തിന് ഒരു ചെറിയ രീതിയിലുള്ള സന്തോഷം ലഭിക്കും എന്ന് തോന്നുകയും, എന്നാൽ അത് വളരെ കുറച്ചു നേരത്തേക്ക് മാത്രമാണ് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ടും ഈ നിക്കോട്ടിൻ ബ്രെയിനിൽ എത്തിച്ചേർന്നതോടുകൂടെ ബ്രെയിനിന്റെ കൺട്രോൾ നിക്കോട്ടിൻ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നാച്ചുറൽ ആയിട്ടുണ്ടാകുന്ന ഒരു ഡോപ്പാമിൻ സിസ്റ്റം അവിടെ മാറ്റി ഒരു നിക്കോട്ടിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രോൾ സിസ്റ്റമാണ് പിന്നീട് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ നിക്കോട്ടിൻ സാധാരണഗതിയിൽ 50% നിക്കോട്ടിൻ ബോഡിയിൽ നിന്നും ഒഴിവാകുന്നുണ്ട്. അപ്പോൾ 50% കുറയുമ്പോൾ നിങ്ങൾക്ക് ലോ ഡോപ്പാമിൻ, അല്ലെങ്കിൽ നിക്കോട്ടിൻ കുറയുന്ന സമയത്ത് ലോ ഡോപ്പാമിൻ ആയിരിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു കുറവ് വരുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. അത് നിങ്ങൾക്ക് കുറച്ച് ഡിസ്കംഫർട്ട് തുടങ്ങിയിടും. അതാണ് നമുക്കൊരു അർജ് അല്ലെങ്കിൽ ക്രേവിംഗ് എന്നതൊക്കെ നമ്മൾ പറയുന്നത്. സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഒരു ബാറ്ററി റീചാർജ് ചെയ്യുന്നത് പോലെയാണ് ഇത്. കാരണം സിഗരറ്റ് നമ്മൾ കുറയുന്നതിനനുസരിച്ച്, അതായത് 50% നിക്കോട്ടിൻ 2 മണിക്കൂർ കൊണ്ട് കുറയുമ്പോൾ ആ നിക്കോട്ടിൻ വീണ്ടും റീഫില്ല് ചെയ്തില്ലെങ്കിൽ നമുക്ക് വീണ്ടും അസ്വസ്ഥത നമുക്ക് അനുഭവപ്പെടും. നമ്മളത് റീഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചു നേരം ഒരു സന്തോഷം കിട്ടി എന്ന് നമ്മൾ കരുതും. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഒരു സന്തോഷവും നമുക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത എന്ന് പറയുന്നത്. അതേപോലെ ഇതൊരു ഹാബിറ്റുമാണ്, എന്നാൽ ഇതൊരു ഡ്രഗ് അഡിക്ഷനും കൂടിയാണ്. അതാണ് പല ആൾക്കാരും പറയാറുണ്ട്, ഇതെന്റെ ഒരു ശീലം മാത്രമാണ്, ഏത് സമയം ഞാൻ വിചാരിച്ചാൽ നിർത്താൻ കഴിയുന്നുള്ളൂ. എന്നാൽ അവർക്കത് നിർത്താൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡ്രഗ് അഡിക്ഷനും കൂടിയാണ്. സാധാരണഗതിയിൽ ഒരു സ്മോക്കിംഗ് ലൂപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമുക്കൊരു സ്ട്രെസ് വന്നതായി തോന്നും, ഉടൻ തന്നെ നമ്മൾ സ്മോക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ചെറിയൊരു ടെമ്പർ റിലീഫ് കിട്ടിയ പോലെ തോന്നും. ഉടൻ അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിയുമ്പോഴത്തേനും വീണ്ടും നിക്കോട്ടിൻ കുറയും. നിക്കോട്ടിൻ കുറയുമ്പോൾ നമുക്ക് വീണ്ടും സിഗരറ്റ് വലിക്കാൻ തോന്നും. അങ്ങനെ നമ്മൾ സിഗരറ്റ് വലിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് സന്തോഷം കിട്ടിയതായി തോന്നും. വീണ്ടും നമുക്ക് സ്ട്രെസ് വരും. ഇങ്ങനെ ഇതാണ് ഒരു
ലൂപ്പായിട്ട് ഇത് പോകുന്നത്. നമ്മൾ ഇതെല്ലാം സാധാരണഗതിയിൽ നമ്മളുടെ ഒരു 16, 17, 18 അങ്ങനെയുള്ള ആ ഒരു 20 വയസ്സിന്റെ ഗ്യാപ്പിലാണ്, നമ്മൾ ഒന്നും അറിയാത്ത പ്രായത്തിലാണ് ഒരു വളരെയധികം ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത്. ഒന്നുകിൽ നമ്മളുടെ സിനിമയിലൊക്കെ കാണുന്ന നമ്മുടെ താരരാജാക്കന്മാർ വളരെ സ്റ്റൈലിഷായി സിഗരറ്റൊക്കെ വലിക്കുന്നത് കണ്ടിട്ടുള്ള പ്രചോദനത്താൽ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ നിർബന്ധത്താൽ, അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരുടെ നിർബന്ധത്താൽ, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ നിർബന്ധത്താൽ, ഇങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് വന്നു ചേരുന്നത്. അത് നമ്മളൊരു എക്സ്പെരിമെന്റ് ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. എന്നാൽ ഇത് കുറെ കഴിയുന്നതോടുകൂടെ നിക്കോട്ടിന്റെ ഒരു ഡ്രഗ് അഡിക്ഷനും കൂടി ഉൾപ്പെടുന്നതോടുകൂടെ, അതുപോലെ ഇത് റിപ്പീറ്റായി ചെയ്യുന്നതോടുകൂടെ നമ്മൾ ഇതിൽ അഡിക്റ്റഡ് ആകി പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അഡിക്റ്റഡ് ആകുന്നതോടുകൂടെ നിക്കോട്ടിൻ നമ്മുടെ ബ്രെയിനെ ഹാക്ക് ചെയ്യുകയും പിന്നെ നിക്കോട്ടിൻ പറയുന്നതിനനുസരിച്ചായിരിക്കും ബ്രെയിൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ പല ആൾക്കാർക്കും എന്തുകൊണ്ട് ഒരു സ്മോക്കിങ്ങിൽ നിന്നും പുറത്തു വരാൻ കഴിയുന്നില്ല. ചില ആൾക്കാർ സ്മോക്കിങ്ങിന് വേണ്ടിയിട്ട് അവർ സ്മോക്കിംഗ് നിർത്തും. ഒരു സുപ്രഭാതത്തിൽ അവർ സ്മോക്കിംഗ് നിർത്തി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും 2 3 ദിവസം കൊണ്ട് അവർ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അവർ തിരിച്ചു വരുന്നു? അതിനൊരു ലോ തന്നെയുണ്ട്. അതായത് സ്മോക്ക് ചെയ്യുന്നതിന് ഒരു ലോ ഓഫ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡൊമിനോ എഫക്റ്റ് എന്ന് പറയുന്നത് കാരണം കൊണ്ടാണ് അവർ തിരിച്ച് വീണ്ടും വരുന്നത്. കാരണം അവർ വലിയ വിൽ പവർ ഒക്കെ എടുത്തിട്ട് അവർ നിർത്താൻ ശ്രമിക്കും, പക്ഷെ അവർക്ക് നിർത്താൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് നിർത്താൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ലോ ഓഫ് സ്മോക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം കാരണമാണ് അവർക്ക് നിർത്തിക്കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ലോ ഓഫ് സ്മോക്കിങ്ങിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, 6 ദിവസം നമ്മൾ സിഗരറ്റ് വലിക്കാതിരിക്കുകയാണെങ്കിൽ നിക്കോട്ടിൻ റെസിപ്റ്റാസ് അല്ലെങ്കിൽ നിക്കോട്ടിൻ ഗ്രാഹികൾ അവിടെ ഇനാക്റ്റീവ് ആവുകയും, എന്നാൽ 6 ദിവസത്തിന് ശേഷം നമ്മൾ ഒരു സിഗരറ്റ് നമ്മൾ അല്ലെ ഒരു പഫ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ നിക്കോട്ടിൻ സ്വീകരിക്കുന്ന ഗ്രാഹികൾ അവിടെ ആക്റ്റീവ് ആവുകയും ചെയ്യും. പിന്നീട് അവർ വീണ്ടും അർജും ക്രേവിങ്ങും ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പല ആൾക്കാർക്ക് ഇത് നിർത്തി കഴിഞ്ഞതിന് ശേഷം വീണ്ടും എങ്ങനെയോ ഒരു ട്രിഗർ വന്ന് ഒരു സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവർ പഴയ ലൂപ്പിലേക്ക് പോവുകയും പിന്നീട് അവർ മുമ്പ് വലിച്ചതിനേക്കാൾ ചിലപ്പോൾ കൂടുതൽ വലിക്കുന്ന ഒരു അവസരത്തിലേക്ക് അവർ പോവുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിഗരറ്റ് മതി, നമ്മൾ ഒന്ന് നിർത്തി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരേ ഒരു സിഗരറ്റ് മതി നമ്മളെ വീണ്ടും അതിലേക്ക് അഡിക്റ്റഡ് ആക്കാൻ. ഒരു സിഗരറ്റ് നിങ്ങളെ ഒരു 1000 സിഗരറ്റിലേക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട്.